ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സ് വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നന്നായിട്ട് പോകുന്നൊരു റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാനും വളരെ ഈസിയാണ്, ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. ഞാൻ മിക്കവാറും സോയ ചങ്ക്സ് ഈ രീതിയിലൂടെ തയ്യാറാക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. 240 ml കപ്പിന് 1 കപ്പ്. ഇത് ഇതേപോലെയുള്ള വളരെ ചെറുതായിട്ടുള്ള സോയ ചങ്ക്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ, കൂടുതൽ സമയം വെക്കേണ്ട. ഇത് വളരെ ചെറുതായതുകൊണ്ട് ഇത് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ആദ്യം നമുക്കിതൊന്ന് സോഫ്റ്റാക്കി എടുക്കും. പിന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ മീഡിയം സൈസിലുള്ള 2 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് മസാലപ്പൊടികൾ വേണം. അതെന്താണെന്നും അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി ടേസ്റ്റിലുള്ള സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് ഞാൻ സോയ ചങ്ക്സ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. സോയ ചങ്ക്സ് ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് 2 മിനിറ്റ് വരെ അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് തയ്യാറാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സവോള എല്ലാം വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമ്മളിവിടെ സോഫ്റ്റാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് സവോളയൊക്കെ വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ല, ഒരു സൈഡ് മാത്രമേ ഫ്രൈ ആകത്തുള്ളൂ. ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അല്പം എണ്ണ ഒഴിച്ച് കൊടുത്താൽ 1 സ്പൂൺ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഇതുപോലെ റോസ്റ്റ് ചെയ്താൽ മതി. ഇത്ര മതി കേട്ടോ. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സവോള എല്ലാം വഴറ്റിയെടുക്കാം. വീണ്ടും അല്പം കൂടെ എണ്ണ, ഒരു 2 സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചച്ച് ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ച് ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കണം. ഈ സമയം നോക്കി കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ, അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. സവോള ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ മുളക് പൊടി. എന്തുമാത്രം മുളക് പൊടി എടുത്തോ അത്രയും മല്ലിപ്പൊടി എടുക്കുക. 3/4 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ. ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. അപ്പം മുളക് പൊടിയുടെ അളവ് അല്പം കൂട്ടണം. എന്താ, ചിക്കൻ മസാലപ്പൊടിയാണ്. 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മുളകിൻ്റെയൊക്കെ പച്ചച്ച് വന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ അല്പം കുറച്ച് വെക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന മസാലപ്പൊടികളുടെയൊക്കെ അളവെന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചിലർക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതെല്ലാം അല്പം കൂട്ടി കൊടുത്താൽ മതി. മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം.
വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. ഈ തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ വഴറ്റി കൊടുക്കണം. എണ്ണയൊക്കെ കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ ഇതൊന്ന് വഴറ്റണം. ആ സമയത്ത് അല്പം തീ കൂട്ടി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. തക്കാളി ആ ആവിയിലൊന്ന് അടഞ്ഞിരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇട്ടിട്ട് പൊക്കളയരുത്, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1 കപ്പ് സോയാ ചങ്ക്സ് ആണ് കേട്ടോ. അതിനുള്ള മസാലപ്പൊടികളാണ് ഞാനിവിടെ ചേർത്തത്. നല്ല സ്പൈസിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ചില്ലി സോസ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ ഇതൊന്ന് റോസ്റ്റ് ആക്കണം. ഈ മസാലയെല്ലാം ഈ സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അതുവരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കണം കേട്ടോ. പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഉപ്പ് കുറവാകട്ടെ, അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ സോയ ചങ്ക്സ് ഉപ്പിടാതെയല്ലേ റെഡിയാക്കിയത്. അപ്പോൾ ഈ മസാലയും ഈ ഉപ്പും എല്ലാം ഈ സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. തീ അല്പം കൂട്ടി കൊടുക്കാം. സോയാ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കണം. മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സ്പൈസിയാണ്. സ്പൈസി ലെവൽ ഞാൻ വീണ്ടും പറയുവാണ്. കൂടുതൽ വേണ്ടെങ്കിൽ മസാലപ്പൊടികളെല്ലാം കുറയ്ക്കണം കേട്ടോ. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.